ഈ 5 പ്രോജക്ട്സ് നമ്മൾ സെലക്ട് ചെയ്തതിൻ്റെ റീസൺ തന്നെ നമുക്ക് 50 എണ്ണം നിങ്ങൾക്ക് മുന്നിലേക്ക് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. അക്ഷയൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ മേൺസ്റ്റാക്ക് ആയിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൻ ആദ്യ ആൾ ലേസി ആയിരുന്നു, പഠിക്കാൻ ഭയങ്കര കുറച്ച് ക്ലാസ്സൊക്കെ കേൾക്കാനും കുറച്ച് കട്ടാവും, ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി പോകും. പക്ഷേ ഒരു ദിവസം വന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്റ്റിൻ്റെ ഐഡിയ പറഞ്ഞ് നമ്മുടെ നാട്ടുകാർക്ക് ഈ എന്താ പറയുക ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷനോ അല്ല ഒന്നുമില്ലാണ്ട് ജസ്റ്റ് പനി വന്നിട്ടുണ്ടെങ്കിൽ ഡോൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ജലദോഷം വന്നിട്ടുണ്ടെങ്കിൽ സിട്രസിൻ എടുക്കുന്നത്, അങ്ങനെ തോന്നിയ പോലെയാണ് മരുന്നൊക്കെ എടുക്കുക. അതിനെപ്പറ്റി ബേസിക്കായിട്ട് യാതൊരു അണ്ടർസ്റ്റാൻഡിങ്ങും യൂസേജ് എങ്ങനെ കറക്റ്റ് യൂസേജ് ചെയ്യണമെന്നോ പിന്നെ സൈഡ് എഫക്ട്സോ ഒന്നിനെപ്പറ്റി ഒരു ഐഡിയ അല്ലാണ്ടാണ് എല്ലാവരും മെഡിക്കേഷൻസ് എടുക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആൾക്കാരെ അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ആപ്പിൽ ഈ ഒരു ഐഡിയ ചൂസ് ചെയ്തത്. അപ്പോൾ ആദ്യം ഞാനത് കാര്യമാക്കിയിട്ടുണ്ടായില്ല. നമ്മളിപ്പോൾ ചിന്തിക്കാത്തൊരു സാധനമാണ് അവൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ കോമൺ ആയിട്ടുള്ള ഒരു 150+ മെഡിസിൻസിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. ലൈക്ക് അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല, ഏതൊരാൾക്ക് നോക്കിയാൽ സിമ്പിളായിട്ട് മനസ്സിലാകുന്ന രീതിക്ക് വിഷ്വൽ റെപ്രസെൻറ്റേഷനോട് കൂടെ അതിൻ്റെ ഡോസേജ്, അതിൻ്റെ സൈഡ് എഫക്ട്സ്, ഏതൊക്കെ ടൈപ്പിലുള്ള ആൾക്കാർക്ക് എങ്ങനെയൊക്കെ കഴിക്കാം അങ്ങനെയെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ കഴിക്കേണ്ട വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഗ്രാഫായിട്ടുണ്ടാവും. പിന്നെ RxD കോഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതായത് നമ്മൾ ഈ പ്രിസ്ക്രിപ്ഷൻ ഷീറ്റ് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് വിഷ്വൽ ഗ്രാഫായിട്ട് കിട്ടും. പിന്നെ ഈ പ്രോ മോഡും ബിഗിനർ മോഡും ഉണ്ട്. ബിഗിനർ മോഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോഴുള്ള സാധാരണ ആൾക്കാർക്ക്, പ്രോ മോഡെന്ന് വെച്ചാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിക്കുള്ള അതിൻ്റെ കോമ്പണൻസോ സൊല്യൂഷൻസോ അങ്ങനത്തെ ഓരോന്നൊക്കെ ആയിട്ടുള്ളതാണ്. ഈ ഫാംബാൽ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ മെയിനായിട്ട് ഏകദേശം 150ഓളം മെഡിസിൻസ് എടുത്ത് ലിസ്റ്റ് ചെയ്ത് അതിൻ്റെ സൈഡ് എഫക്ട്സ് കാര്യങ്ങൾ അതൊക്കെ അവയർനെസ് കൊടുക്കുക, മെഡിസിൻസ് അവയർനെസ് കൊടുക്കുക, ഇതായിരുന്നു മെയിൻ പർപ്പസ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഇത് കണ്ടപ്പോൾ, ഔട്ട്പുട്ട് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഇവരുടെ അടുത്ത് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്നത് തീരെ വിചാരിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പഠിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിട്ടുള്ളൂ. മേൺസ്റ്റാക്ക് ഏകദേശം റിയാക്ട് കഴിഞ്ഞ് ഏകദേശം ബാക്ക് എൻഡിലേക്ക് വരുന്ന സമയത്താണ് ഇനി ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന് മെയിനായിട്ട് അവൻ യൂസ് ചെയ്തിട്ടുള്ളത് AI ആണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്ന് സ്പീഡപ്പായിട്ടൊരു പ്രൊജക്റ്റ് ബിൽഡ് ചെയ്യുന്നതൊക്കെ പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യം. പിന്നെ ഡോക്ടർ ഡാഷ്ബോർഡ് ഉണ്ട്. അതായത് വെരിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് ഏതൊക്കെ മെഡിസിൻസിനെ പറ്റി സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും റെഡ് ഫ്ലാഗോ അതൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലാഗ് ചെയ്യാം. പിന്നെ യൂസേഴ്സിന് കമൻറ്റ് ചെയ്യാനും അവർക്ക് അവർ യൂസ് ചെയ്ത മെഡിസിൻസിനെ പറ്റിയുള്ള സൈഡ് എഫക്ട്സും അങ്ങനത്തെ ഒക്കെ ഇതാക്കാൻ അതുകൊണ്ട്. പിന്നെ അതൊക്കെയാണ് മെയിൻ ഫീച്ചേഴ്സ്. പിന്നെ ഒരു ചാറ്റ് ബോട്ടും ഉണ്ട്, ലൈക്ക് AI ചാറ്റ് ബോട്ട് തന്നെ. അതായത് ഇതിൽ മെയിനായിട്ട് പറയാനുള്ള വെച്ചാൽ ഡൊമൈൻ അണ്ടർസ്റ്റാൻഡിങ് ഓൺക്ക് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് എന്താക്കി AI കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ കുറച്ചുകൂടി സ്പീഡായിട്ട് അടിപൊളി പ്രൊജക്റ്റ് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. എല്ലാ ആൾക്കാർക്കും അത് എത്തിക്കാൻ പറ്റി. AI ചാറ്റ് ബോട്ടിനെ ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുള്ളത് ഒരു നമ്മുടെ ഒരു ഫ്രണ്ടായിട്ടുള്ള ഒരു ഡോക്ടർ ആ ഒരു രീതിക്ക് ഉള്ള പോലെയാണ്. ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ആണ് കൊടുത്ത് അതിന് സ്റ്റഡി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ സിംറ്റംസ് അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇതിനകത്തുള്ള ഡാറ്റാബേസിലെ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും കറക്റ്റ് സൊല്യൂഷൻസ്. നമ്മൾ നോർമലായിട്ട് ഇത്രയും കാലം പ്രോജക്ട്സ് ബിൽഡ് ചെയ്യാന്ന് വെച്ചാൽ പഠിച്ച് നോർമൽ മിനി പ്രോജക്ട്സ് ഒക്കെ എന്താക്കും സ്റ്റുഡൻസ് പഠിക്കുന്ന സമയത്ത് ക്രിയേറ്റ് ആക്കും. പിന്നെ മെയിൻ പ്രോജക്റ്റ് എന്ന് വെച്ചാൽ എല്ലാവരും പഠിച്ച് കഴിഞ്ഞിട്ട് ആണ് എന്താക്കുക മെയിൻ പ്രോജക്ട്സ് ക്രിയേറ്റ് ആക്കുക. ചിലപ്പോൾ റിയൽ ടൈം പ്രോജക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ് ആയിരിക്കും. അതിനിടയിലാണ് AI കൊണ്ടുവന്നത്. നമ്മൾ AI വരുന്ന സമയത്ത് എല്ലാവരും ഇതിലേക്ക് ഇൻട്രസ്റ്റഡ് ആയി, പെട്ടെന്ന് പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും കുറേ പ്രോജക്ട്സ് ക്രിയേറ്റ് ആക്കി. ഇതൊക്കെ പിന്നെ അൺസ്ട്രക്ചേർഡ് ആയിട്ട് പ്രോജക്റ്റ് അങ്ങനെ എന്താക്കി ബിൽഡ് ചെയ്ത് വരാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിനെ സ്ട്രക്ചർ ആക്കണം എന്ന് തോന്നി. അപ്പോൾ നമ്മൾ എന്താക്കി ഫസ്റ്റ് നമ്മൾ തന്നെ ബിൽഡ് ചെയ്യാൻ നോക്കി. പിന്നെ ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മളത് സ്റ്റുഡൻസിലേക്ക് പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഇങ്ങനെ നോക്കുന്ന സമയത്താണ് ഷമ്മാസ് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ എന്താക്കി ജസ്റ്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. ഒരു ദിവസം അഷർ വന്നിട്ട് പറഞ്ഞു സ്റ്റുഡൻസിൻ്റെ പോർട്ട്ഫോളിയോ ഒക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് വേണമെന്ന് നമ്മളെ ബാച്ചിനോട് പറഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും ചെയ്തു കൊടുക്കാന്നുള്ള രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോൾ അഷർ പറഞ്ഞു എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട, ഓരോരാഴ്ച ഓരോ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ പോലെ നമ്മൾ ചെയ്യാന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ എല്ലാവരും UI ബിൽഡ് ചെയ്തു. നല്ല രീതിയിലുള്ള UI കുറേ ആളിൽ നിന്ന് കിട്ടി. അങ്ങനെ നമ്മളെ പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്തു. അതിന് ശേഷം ഒരു പ്രോഗ്രാം വെച്ചിട്ട് ഇതിൻ്റെ വിന്നറെ അനൗൺസ്മെൻറ്റ് ചെയ്തു. അത് ഞാൻ തന്നെ ആയിരുന്നു.
ഓനൊരു 2-3 ഡേയ്സിനുള്ളത് അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്ത് തന്ന് പ്രൊജക്റ്റ് ഇപ്പോൾ റണ്ണിങ് ആണ്. പുതിയ പുതിയ പ്രോജക്റ്റൊക്കെ അതിലാണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് അഡ്മിൻ പാനലും ഒരു ഗസ്റ്റ് പാനലുമാണ്. അഡ്മിൻ പാനലിൻ്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ SHOമാർക്ക് ഹാൻഡിൽ ചെയ്യാനുള്ളതാണ്. അവർക്ക് സ്റ്റുഡൻസിൻ്റെ പ്രൊജക്റ്റ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും. പിന്നെ ഗസ്റ്റ് പാനൽ വെച്ചാൽ ഇത് ഈ പ്രൊജക്ട്സും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ സ്റ്റുഡൻസിൻ്റെ പ്രൊജക്ട്സും കാര്യങ്ങൾ ലൈക്കും കമൻറ്റ് അടിക്കാൻ അതുപോലെ തന്നെ ചെയ്ത പ്രൊജക്ട്സും കാണാനാണ്. പിന്നെ ഇത് കൂടാതെ ഒരു ഫിൽറ്റർ ഓപ്ഷൻ കൂടി വെച്ചിട്ടുണ്ട്. സ്റ്റുഡൻസിൻ്റെ പേരോ ബാച്ചോ അടിച്ചാൽ ചെയ്ത പ്രൊജക്ട്സും കാര്യങ്ങളും അതിൽ കാണിക്കുന്നു. ആ പ്രോജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ പ്രോജക്റ്റോട് കുറേ ഉപകാരം ഉണ്ടായിട്ടുണ്ട്. കാരണം സ്റ്റുഡൻസ് പുതിയ പ്രോജക്റ്റ് ആഡ് ആക്കുന്ന സമയത്ത് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ആക്കണം, സ്റ്റുഡൻറ്റ് എന്ത് പ്രൊജക്റ്റാണ് ചെയ്തതെന്നുള്ളത് ആഡ് ചെയ്യണം. അത് പബ്ലിക് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഒന്നുമില്ല, സ്റ്റുഡൻസ് ചെയ്ത പ്രോജക്ട്സ് എല്ലാവരും എത്തിക്കാനുള്ളതിനും മെയിൻ പർപ്പസ്. അത് അടിപൊളിയായിട്ട് ആ പ്രൊജക്റ്റോടുകൂടി ഓൻ ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ടായിന്. ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തത് AI ടൂൾസ് വെച്ചിട്ടുള്ള ബോൾട്ടും ലാവബിളും വെച്ചിട്ടാണ്. ഇത് ഞാൻ ഒറ്റ ലൈൻ കോഡ് പോലും ഞാൻ എഴുതിയിട്ടില്ല, ഫുൾ പ്രോംപ്റ്റ് വെച്ചിട്ടാണ് ചെയ്തത്. ഇത് ആർക്ക് വേണമെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വെബ്സൈറ്റ് പ്രോംപ്റ്റ് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് AI വെച്ച്. പിന്നെ ആശാനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് 2 മിനിറ്റ് ഓനെ സ്മരിക്കും. കാരണം ഓനെ ക്ലാസ്സിലെത്തില്ല, ലേറ്റ് ആയിട്ടേ വരും. ഇതൊക്കെ തന്നെയാണ് മെയിൻ ഇഷ്യൂ. ഇപ്പം പ്ലേസായി, ഹാക്കേ തന്നെ പ്ലേസ് ആയിട്ടുണ്ട്, പ്രൊജക്റ്റ് കാര്യങ്ങളായിട്ട് നടക്കുകയാണ്. പിന്നെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു വിചാരമുണ്ട്. ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസ് വന്ന ടൈമിൽ തന്നെ കുറേ ആൾക്കാർ എന്താ പറയുക, ഞാനിങ്ങനെ ടെക്നിക്കലി എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല, BCom കഴിഞ്ഞ് വന്ന ആൾക്കാരാ, ലൈക്ക് അങ്ങനെ സംസാരിച്ച കുറേ ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോരോ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ ടെക്ക് പഠിച്ച് എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരെയും കാട്ടി അടിപൊളിയായിട്ട് ചെയ്യുന്നത് ഒരുവിധം ലൈക്ക് ഈ BCom കാര്യങ്ങളൊക്കെ എടുത്ത ആൾക്കാരാണ്. സോ ഇത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്. കാരണം ഫസ്റ്റ് കയറി വരുമ്പം സ്റ്റുഡൻസ് ഇങ്ങനെ ബേജാറുള്ള മുഖത്തോടെ വന്ന ആൾക്കാരാണ്. പക്ഷെ ഇപ്പം നല്ല ലൈക്ക് എന്താ പറയുക, ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുണ്ട് ആ അതൊക്കെ കാണുമ്പോൾ തന്നെ SHO എന്നുള്ള രീതിയിൽ തന്നെ ഭയങ്കര പ്രൗഡാണ്. ഷഹീനെ പറ്റി പറയുകയാണെങ്കിൽ, ഷഹീൻ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോജക്റ്റിന്റെ പേരാണ് യൂനോ ആപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ മെന്റൽ സ്റ്റെബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മളൊരു സൈക്കാട്രിസ്റ്റിനെ കാണുമ്പോൾ നമ്മൾ സംസാരിക്കാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ആപ്പ് ത്രൂ നമ്മുടെ അവൈലബിലിറ്റി, നമുക്ക് നമ്മുടെ ടൈം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സില്ലി എമൗണ്ട്, ഇതെല്ലാം ബേസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയ ആണിത്. ഐഡിയ ഇംപ്ലിമെന്റ് ചെയ്യാൻ എനിക്ക് പണി, കാരണം ഇത് വൺ ഓഫ് മൈ സ്റ്റാർട്ടപ്പിൽ എൻ്റെ ഒരു പ്രൊജക്റ്റ് ആണിത്. അത് എനിക്ക് കോഡ് ചെയ്യാണ്ട് നേരിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഇനി ഇന്ത്യ അല്ലെങ്കിൽ കേരളത്തിൽ, എസ്പെഷ്യലി കേരളം നമ്മൾ നോക്കുമ്പോൾ ആൾക്കാർ കൺസൾട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കുറവായിട്ടാണ് എല്ലാവരും കാണുന്നത്. ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരു നമുക്കിപ്പോൾ ഡിപ്രഷന്, ഒരു സോഷ്യൽ ആങ്സൈറ്റി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നമുക്ക് AI കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളെ കാര്യങ്ങൾ റെഡിയാക്കാന്നുള്ളത്. ഒരു 17 വയസ്സുള്ള ഒരാളുടെ സൈഡിൽ നിന്ന് ഇത്രയും ബ്രില്യൻ്റ് ആയിട്ട് ഒരു ഐഡിയ വന്നപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒന്ന് ജസ്റ്റ് വണ്ടറായി, എങ്ങനെയാണ് എനിക്ക് ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയെന്ന്. ബട്ട് നമ്മൾ അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയത്താണ് കുറേ ആൾക്കാർ ഇങ്ങനെ ഒരു ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യവും, അതേപോലെ തന്നെ അത് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കി ഒരാൾക്ക് എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എന്താണ്, നമുക്ക് പെർമനന്റ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ പോലും ഒരു തൽക്കാലത്തേക്ക് നമ്മുടെ അടുത്ത് ഒരാൾക്ക് സംസാരിക്കാൻ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ കംഫർട്ട് ആവും എന്നുള്ള സ്പേസ് അല്ലെങ്കിൽ എന്നുള്ളൊരു കാര്യം ബിൽഡ് ചെയ്യാനാണ് ആ ഒരു 17 വയസ്സുള്ള ഒരു കുട്ടിക്ക് പറ്റിയിട്ടുള്ളത്. സോ ഇനി ക്ലാസ്സിൽ ഷഹീനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ ഓൺലൈൻ ചൂസ് ചെയ്ത ഒരാളാണ്. അതായത് ഒരു കോഴ്സ് അല്ലെങ്കിൽ ഓൾറെഡി ഒരു +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കോഴ്സ് ചൂസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അത്യാവശ്യം ഒരു ടെക്നിക്കൽ ബേസ് വേണം എന്നുള്ള ആവശ്യമുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കോഴ്സ് ചൂസ് ചെയ്തത്. സോ ആള് ഓഫ്ലൈനായിട്ട് +2 ക്ലാസ് ചെയ്യുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് സംടൈംസ് ലൈവ് ആണെങ്കിലും അല്ലെങ്കിൽ റെക്കോർഡഡ് സെഷനും കണ്ട് ഒരു നല്ല റെസ്പോൺസ് തരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് ഷഹീൻ. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ലൈക്ക് ഒരു പ്രസൻറ്റേഷൻ സ്കില്ല് വരിക എന്നുള്ളത്. സോ ആരും ഇപ്പം ലൈക്ക് എന്താ പറയുക, ആദ്യമേ പ്രസൻറ്റേഷൻ സ്കില്ലോടൊക്കെ വന്ന ആൾക്കാരൊന്നല്ല. ഇവിടെ വന്നിട്ട് തന്നെ എന്താ പറയുക, അവർക്ക് പ്രസൻറ്റേഷൻ ചെയ്യിപ്പിച്ച് വന്നതാണ്. സോ അത് കാണുമ്പോൾ ഐ ഫീൽ പ്രൗഡ്. എന്താ പറയുക, ഓരോ പേഴ്സണൽ ഗ്രോത്ത് കാര്യങ്ങൾ കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട്, പ്രൗഡാണ്. എനിക്കധികം ടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളൊന്നുമല്ല. ഞാൻ നോർമൽ BCom കാര്യങ്ങളൊക്കെ വന്ന ആൾക്കാരാണ്. പക്ഷെ എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് ടെക് എന്ന് കേൾക്കുമ്പോൾ ഈ ഗൂഗിള് ലൈക്ക് മൈക്രോസോഫ്റ്റ് കാര്യങ്ങളൊക്കെ ആണ് എൻ്റെ മൈൻഡിൽ വരുന്നത്. പക്ഷേ ലൈക്ക് ഫുൾ ടൈം എന്താ പറയുക, സിസ്റ്റത്തിന് മുന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, പഠിക്കുക കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എനിക്കിപ്പോൾ ഹാക്ക ടെക് സ്കൂളിൽ വന്നപ്പോൾ ആണ് ലൈക്ക് എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആണ്, SHO ആയിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് അങ്ങനെ വലിയ സംഭവം കാര്യങ്ങളൊന്നുമല്ല, നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത്. ഏതൊരു ലൈക്ക് ഒരു BCom എടുത്ത ആൾക്കാർക്കാവട്ടെ CS എടുത്ത ആൾക്കാർക്കാവട്ടെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ പഠിച്ച് നല്ല പ്രൊജക്ട്സ് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായത്. നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് പന്നിയങ്കരയിൽ ഹാക്ക ടെക് സ്കൂളിൽ പിള്ളേർ
ഇരുന്നിട്ട് വെറുതെ അവരുടെ ഡെസ്കിലും ബെഞ്ചസിലും ഇരുന്നിട്ട് അവരുടെ ലാപ്ടോപ്സ് ആൻഡ് മൊബൈൽ ഫോൺസ് യൂസ് ചെയ്ത് AI-ൻ്റെ ഹെൽപ്പോട് കൂടി ക്രിയേറ്റ് ചെയ്ത പ്രോജക്ട്സാണ് നിങ്ങൾ ഈ കണ്ടതെല്ലാം. ഈ കണ്ടിട്ടുള്ള പ്രോജക്ട്സ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളുടെ ക്വാളിറ്റി നമുക്ക് ഈ വീഡിയോ ത്രൂ എത്രത്തോളം നിങ്ങൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് എ പ്രോജക്ട്സ് ദാറ്റ് മെയ്ഡ് എവ്രി വൺ ഗോ വൗ. ഇവിടെ നമ്മൾ കാണിച്ച 5 പ്രൊജക്ട്സ് അല്ലാതെ കൗണ്ട്ലെസ് സ്റ്റുഡൻസ് 50+ പ്രൊജക്ട്സ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ പ്രൊജക്ട്സും മാർവലസ് ആണ്. സോ ഇപ്പോൾ ഈ ഒരു AI-ൽ എത്തി നിൽക്കുന്ന ഒരു പോയിന്റിൽ എവ്രി വൺ ഈസ് ക്രിയേറ്റേഴ്സ്. നമുക്ക് ഒരാൾക്കുള്ള ഒരു കോൺസെപ്റ്റ്, നമ്മുടെ മൈൻഡിലുള്ള ഒരു കോൺസെപ്റ്റ് പുറത്തേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു എന്ന് പറഞ്ഞ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു, ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു നമുക്ക്. അതാണ് ഇവിടെ ടെക് ബ്രേക്ക് ചെയ്യുന്നത്. സോ ബേസിക്കലി ലവബിൾ പോലത്തെ ടൂൾസ് എല്ലാം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ആസ് എ സ്നാപ്പ്, അതായത് നമുക്ക് പെട്ടെന്ന് ആവശ്യത്തിൻ്റെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ ബിൽഡ് ചെയ്യാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ HR-ന് ഒരു കസ്റ്റമൈസ്ഡ് ഒരു HR ആപ്പ് ആണെങ്കിൽ അവർക്ക് കസ്റ്റമായിട്ട് തന്നെ ബിൽഡ് ചെയ്യാം. അവർക്ക് വേണ്ട ഫീച്ചേഴ്സും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാം. ലൈക്ക് അല്ലാതെ വേറൊരു തേർഡ് പാർട്ടി ആപ്പിന് പോകുന്നതിൻ്റെ പകരം സ്വന്തമായിട്ട് തന്നെ ബിൽഡ് ചെയ്യാം. ഇത് നിങ്ങൾ ഏത് സെഗ്മെന്റ് എടുത്താലും കസ്റ്റമായിട്ട് ഒരു സോഫ്റ്റ്വെയർ ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര സ്നാപ്പായിട്ട് ബിൽഡ് ചെയ്യാം. നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിഷ്വലി പ്രസൻറ്റ് ചെയ്യാം. ആ വിഷ്വലി തന്നെ നിങ്ങൾക്ക് ഡിസൈൻ ആയിട്ടോ വീഡിയോ ആയിട്ടോ മൂവി ആയിട്ടോ എന്തായിട്ട് മോഷൻ ഗ്രാഫിക്സ് ആയിട്ടോ അങ്ങനെ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു സൊല്യൂഷനെ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മൾ സ്റ്റുഡൻസിൻ്റെ കാര്യം എടുത്താൽ തന്നെ അവർക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അവരൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. സോ ബേസിക്കലി നമ്മൾ ഇങ്ങനത്തെ ടൂൾസ് പഠിപ്പിച്ചു കൊടുക്കും, ഓർ ഇത് വെച്ചിട്ട് അവർ പ്രോബ്ലംസ് സോൾവ് ചെയ്യലാണ്. So tech gives you an opportunity to be a creator with all your concepts and ideas in your life. So learn AI.